ചില ഓർമ്മകൾ എത്രയൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും മനസ്സിൽ നിന്ന് പോവില്ല. എന്റെ ചേച്ചിയെ കുറിച്ചുള്ള ഓർമ്മകൾ അങ്ങനെയാ. മരണം വരെ അതെന്റെ കൂടെ ഉണ്ടാവും. ഞാൻ ഭക്ഷണത്തിന്റെ മുന്നിലിരുന്നപ്പോ ചേച്ചി ഓർത്തുപോയി. ചേച്ചി ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ചേച്ചിക്ക് ദേഷ്യം വന്നാലും സങ്കടം വന്നാലും ഭക്ഷണത്തോടെ വെറുപ്പ് കാണിക്കുന്നത്. ഒരു ദിവസം പട്ടിണി കിടന്നിട്ടുള്ളത് എനിക്കറിയാം. എനിക്ക് ഉറപ്പായിട്ടും അറിയാം, ഈ നേരം വരെ ചേച്ചി ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. എല്ലാവരോടും ദേഷ്യമായിരിക്കും. പിന്നെ എനിക്കെങ്ങനെ കഴിക്കാൻ കഴിയും സിസ്റ്റർ? ഞാൻ കാരണമല്ലേ ചേച്ചി ഇതൊക്കെ അനുഭവിക്കുന്നത്? അമ്മ പറയുന്നത് സത്യമാണെന്ന് എനിക്കറിയാം. ഇവിടെ വന്ന സ്വാതി കാണിച്ച സ്നേഹപ്രകടനമൊക്കെ ഞാനും അറിഞ്ഞതാ. എന്താ അമ്മ മനസ്സ് പൊട്ടിയിട്ടും പുറത്തേക്ക് ഓടി വരാതിരുന്നത്? ചങ്ങലക്കിട്ടതുപോലെ അമ്മ നിന്നത് സ്വാതിക്ക് വേണ്ടിയല്ലേ? എല്ലാ വേർപാടുകളും വേദനകളും മാത്രം സമ്മാനിക്കുന്നതാ. അമ്മൂനും അതറിയാം. നിങ്ങൾ തമ്മിൽ ഒരുപാട് ദൂരം അകന്നു നിൽക്കേണ്ടവരാ. അത് ദൈവനിശ്ചയമാണ്. സ്വാതി കുറച്ച് വേദനിച്ചാലും അവൾക്ക് സഞ്ജുവിന്റെ ഭാര്യയായി ജീവിക്കാനുള്ള ഭാഗ്യമുണ്ടാവും. നിങ്ങൾ രണ്ടുപേരുടെയും വേദന മധുരമാവുന്നത് അപ്പോഴാ. അവളെ നിർബന്ധിപ്പിച്ച് ഭക്ഷണം കഴിപ്പിക്കാൻ സഞ്ജുവിന് കഴിയും. സഞ്ജു കൂടെ തന്നെ ഉണ്ടല്ലോ. പതുക്കെ പതുക്കെ അവള് നിന്നെ മറന്നു തുടങ്ങും. ഉടനെ അവരുടെ വിവാഹവും നടക്കും. പിന്നെ വല്ലപ്പോഴും അമ്മ ഓർമ്മയിൽ കടന്നു വന്നെന്ന് വരും. ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം മറവി തന്നെയാ. എനിക്കും അതറിയാം സിസ്റ്റർ. പക്ഷെ ചേച്ചി എന്നെ ഓർത്ത് വിശപ്പും ദാഹവും മറന്ന് നെഞ്ചു പൊട്ടി കരയുമ്പോ എനിക്കെങ്ങനെ ഭക്ഷണം കഴിക്കാൻ കഴിയും? സിസ്റ്റർ എന്നെ നിർബന്ധിക്കരുത്. ഇപ്പൊ എന്തായി വല്യച്ചി? ഉപവാസക്കാരുടെ വ്രതം മുടങ്ങിയില്ലേ? സഞ്ജു മടുത്തു കാണില്ലേ? ഓഫീസിൽ പോലും പോവാതെ ആ പീറ പെണ്ണിന്റെ പിന്നാലെയുള്ള ഓട്ടമായിരുന്നല്ലോ. അവനായതുകൊണ്ട് ശ്രീകുട്ടിക്കൊപ്പം തുള്ളാൻ നിന്നു കൊടുത്തു. വാസുദേവമേ, എന്താ കഴിക്കാത്തത്? ഊണ് കഴിക്കും മുത്തശ്ശ. എനിക്ക് പറ്റുന്നില്ലടോ മോനെ. ഈ നേരം അമ്മ കൂടെ ഉള്ളതല്ലേ. എന്താ ഇങ്ങനെ? അവനെ നിങ്ങളെ വിഷമിപ്പിക്കരുത്. കുട്ടികൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. നിങ്ങൾ കഴിക്കേ. മുത്തശ്ശന് ഇറങ്ങാത്തത് കൊണ്ടോ? എന്റെ മോനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല. മോനൊന്നും തോന്നരുത്. മുത്തശ്ശൻ എഴുന്നേറ്റ് പോട്ടേടാ മോനെ. നീ കഴിക്ക സഞ്ജു. ഇതൊന്നും അങ്ങനെ വിട്ടുകൊടുക്കല്ലേ. നാളെ ഈ വീട്ടില് ഇത് തന്നെയായിരിക്കും അവസ്ഥ. നമ്മളെ സഞ്ജു നാണം കെടുത്തി കളഞ്ഞു.
രാജു ആ? ശ്രീകുട്ടിയെ കണ്ടോ? ഞാൻ കണ്ടില്ല. ഞാൻ ഇപ്പോഴും ഇങ്ങോട്ട് വന്നത്. എന്താ വല്യേച്ചി? ശ്രീകുട്ടിയെ കാണുന്നില്ല കവിതേ. അയ്യോ, ശ്രീകുട്ടി എവിടെ പോയി? സഞ്ജു റൂമിലുണ്ടോ? അവൻ ബാൽക്കണിയിൽ നിന്ന് ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. വല്യേച്ചി മുകളിലെല്ലാം നോക്കിയോ? നോക്കി. മോളുടെ റൂമില് മോളില്ല. ഈശ്വര, ആ പെണ്ണിന്റെ പുറകെ എന്റെ മകൾ ഉറങ്ങിപ്പോയോ? രാജു, നീ പുറത്തു പോയി നോക്ക്. ആ. ഞാൻ അച്ഛന്റെ റൂമിലൊന്ന് നോക്കാം. വല്യേച്ചി ശ്രീദേവിയുടെ റൂമിൽ നോക്ക്. ശ്രീകുട്ടി, എന്താ? എന്തു പറ്റി? ശ്രീകുട്ടി ശ്രീദേവിയുടെ മുറിയിൽ വന്നോ? ഇല്ല, ഞാൻ അവളെ കണ്ടില്ല. പിന്നെ അവൾ എങ്ങോട്ട് പോയി? അല്ല, അവളെ കാണുന്നില്ലേ? എങ്കിൽ പിന്നെ ഞാൻ അന്വേഷിച്ച് നടക്കണോ? ശ്രീകുട്ടി, ശ്രീകുട്ടി. എന്റെ ഈശ്വര. എന്താമ്മേ? മോനെ, ശ്രീകുട്ടിയെ കാണാനില്ലെന്ന് കാഞ്ചന പറയുന്നു. കാണാനില്ലെന്നോ? അവിടെയൊന്നും അവളില്ല. വല്യേച്ചി റൂമിലില്ലാത്ത സ്ഥിതിക്ക് അവൾ എവിടെ പോവാനാ? അവൾ ആ പെണ്ണിനെ തേടിപ്പോയത് തന്നെ. ഇനി അവളെ അന്വേഷിച്ച് ഞാൻ എവിടെയാ പോവേണ്ടത്? മോനെ, ആലോചിച്ച് നിൽക്കാതെ കാറിന്റെ കീ എടുത്തിട്ട് വാ. കാഞ്ചന അന്വേഷിക്കാൻ പോയിരിക്കുക. ശ്രീകുട്ടി, നീ വേഗം വാ. സ്വാതിയെ ആരും അമ്മുന്റെ റൂമിൽ മാത്രം നോക്കിയില്ല. കരഞ്ഞു തളർന്നുറങ്ങുക. ഉറങ്ങട്ടെ. അവള് പുറത്തൊന്നുമില്ല. അയ്യോ, കാർ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ആ, ഇനിയിപ്പോ ടെറസിലെങ്ങാനും പോയിരിക്കുകയാണോ? രാജു, നീ ടെറസിലൊന്ന് പോയി നോക്കടാ. ശരി. ചെല്ലേ. നിക്കടാ. ആ, എന്താ സഞ്ജു? സ്വാതി ഇനി എങ്ങും തരേണ്ട. സ്വാതി അമ്മുന്റെ റൂമിൽ ഉറങ്ങിക്കിടപ്പുണ്ട്. ഞാൻ ഉണർത്താനൊന്നും പോയില്ല. കരഞ്ഞ് തളർന്ന് മയങ്ങിയതാവും. അവക്കുറങ്ങാൻ ആ പെണ്ണിന്റെ റൂമേ കണ്ടല്ലോ. അവര് രണ്ടുപേരുമായിട്ടുള്ള ഫോട്ടോ കെട്ടിപ്പിടിച്ചാ അവൾ ഉറങ്ങുന്നത്. ഈശ്വര, പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അവിടെ ആരും നോക്കിയതുമില്ല. സഹോദരങ്ങളാവാൻ ഒരമ്മയുടെ വയറ്റിൽ വന്ന് പറക്കണമെന്നില്ല. അത് മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് സ്നേഹബന്ധങ്ങളുടെ വിലയറിയില്ല. എന്ത് സ്നേഹബന്ധം? എന്നെ തോൽപ്പിക്കാനാ എന്റെ മകൾ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അത് അംഗീകരിച്ചു കൊടുക്കാൻ മറ്റുള്ളവരും. നീ ഇപ്പോഴും അവര് തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയിട്ടില്ല. ശ്രീകുട്ടിക്ക് അമ്മുവിനെ പിരിഞ്ഞിരിക്കാനാവില്ല. ആ സത്യമാണ് കാഞ്ചനെ ആദ്യം തിരിച്ചറിയേണ്ടത്. ശ്രീകുട്ടിക്ക് ആ പെണ്ണ് കൈവശം കൊടുത്തതാ. ജ്യോതിഷന്മാരും മന്ത്രവാദികളുമായിട്ടാണല്ലോ അവളുടെ അടുപ്പം. ഈ പ്രായത്തിൽ ഒരു പെണ്ണിനും ഇല്ലാത്ത പൂജകൾ അവള് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏതോ ഒരു പെണ്ണിന് വേണ്ടി ശ്രീകുട്ടി കല്യാണം വരെ വേണ്ടെന്ന് വെക്കുവോ?
ശ്രീകുട്ടിയെ ഇത്രയും കാലം സ്നേഹിച്ച സഞ്ജു ആരായി? അവൾക്ക് വേണ്ടി നമ്മളെ ഉപേക്ഷിക്കാനും ഒരിക്കൽ സഞ്ജു തയ്യാറായി. ശ്രീകുട്ടിയുടെ ജീവിതത്തിൽ 2ാം സ്ഥാനമേ സഞ്ജുവിന് അവൾ ഇപ്പൊ കൽപ്പിച്ചിട്ടുള്ളൂ. അല്ലെന്ന് സഞ്ജു പറയട്ടെ. ശ്രീകുട്ടിയെ ഞാൻ കുറ്റക്കാരിയാക്കുന്നില്ല. വല്യേച്ചയും പ്രഭേട്ടനെയും വേണ്ടെന്ന് വെച്ച് സ്നേഹിക്കുന്ന പുരുഷന്റെ കൂടെ ഇറങ്ങിയവളാ ശ്രീകുട്ടി. പിന്നീട് മുറച്ചെറുക്കനും മുറപ്പെണ്ണുമാണെന്നറിയാതെ അവർ സ്നേഹിച്ച സത്യം മനസ്സിലാക്കുന്നത്. എവിടെ നിന്നോ വന്നൊരു പെണ്ണിനെ കണ്ടപ്പോ ശ്രീകുട്ടിക്ക് ഇങ്ങനൊരു മാറ്റം വരാൻ കാരണം എന്താ? അവളുടെ ആഭിചാര ക്രിയകൾ തന്നെ. കഷ്ടം. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാ? ഈശ്വരനിൽ മാത്രം മനസ്സർപ്പിച്ച് ജീവിക്കുന്ന ഒരു പാവം പെണ്ണാമ്മ. ദ്രോഹിക്കാനല്ല, സ്നേഹിക്കാനേ അവൾക്കറിയൂ. അവൾക്ക് എന്തൊക്കെ അപവാദം ചാർത്തി കൊടുത്താലും അവളെ അറിയുന്ന ആരും അത് വിശ്വസിക്കില്ല. 31 വരെ വെള്ളം കുടിക്കുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എടാ, നിന്റെ മനസ്സിവിടെ അറിയുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. സ്വാതിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്താ നീ. ഇനി എന്താ നിനക്ക് പറയാനുള്ളത്? മടിക്കണ്ട, പറഞ്ഞോ. എന്നെ ഞാൻ ഉപദേശിക്കാന്ന് കരുതരുത്. ഇവിടെയുള്ളവരുടെ വേദനയ്ക്ക് അധിക കാലമൊന്നും ആയുസ്സുണ്ടാവില്ല. ഏത് വേദനയും സഹിക്കാനുള്ള മനസ്സ് ദൈവം മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അമ്മയുടെയും സ്വാതിയുടെയും സങ്കടം കണ്ടിട്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലടാ. ആ സിസ്റ്ററിന്റെ വീട്ടിൽ ചെന്നിട്ട് സ്വാതി എന്തൊക്കെയാണെന്നോ കാട്ടിക്കൂട്ടിയത്. നിന്റെ ഇപ്പോഴത്തെ ചിന്ത അറിഞ്ഞിട്ടാ ഞാൻ വന്ന് പറയുന്നത്. നീ അമ്മുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയല്ല ചെയ്യേണ്ടത്. അമ്മു എവിടെ, അവളെങ്ങനെ ജീവിക്കുന്നുവെന്ന് മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. അവൾക്ക് വേണ്ട സഹായം നീ ചെയ്തു കൊടുക്കണം. അത് അവൾ അറിയാതെയും ചെയ്യാം. അമ്മുവിനെ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആർക്കും അവൾ സത്യത്തിൽ ആരാന്ന് അറിയില്ല. അതറിഞ്ഞ മുത്തശ്ശൻ പോലും അമ്മു തിരിച്ചു വരരുതെന്ന് ആഗ്രഹിക്കൂ. എടാ, സ്വാതിക്ക് അമ്മൂനെ പിരിഞ്ഞ് ജീവിക്കാനാവില്ലടാ. അമ്മൂന് അതുണ്ട്. എന്നിട്ടും അവള് പോയത് അവൾക്ക് ആ ദുഃഖം സഹിച്ചേ തീരുമെന്ന് അറിയാവുന്നതുകൊണ്ടാ. സ്വാതി അത് സഹിക്കണം. എത്ര പെട്ടെന്ന് അമ്മ ഇവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായെന്ന് ഞാൻ ഓർക്കുന്ന. അവൾ നിലവിളക്ക് പോലെയായിരുന്നു. വീട് മുഴുവനും ഐശ്വര്യം നിറച്ച് ശിരസിൽ അഗ്നിയും നെഞ്ചിലെണ്ണയുമായി അവൾ സ്വയം പ്രകാശമായി. അവളുടെ ദുഃഖം ആരെ അറിയിച്ചില്ല. എന്നിട്ടും ഇവിടെ ചിലരിൽ നിന്ന് അവജ്ഞയും അവഗണനയും ഏറ്റുവാങ്ങി. എനിക്ക് എന്ത് ചെയ്യാനാവൂടാ? അമ്മുന്റെ കാര്യത്തില് കൈകാലുകൾ കൂട്ടിക്കെട്ടിയ നിലയിലാ ഞാൻ. ഇരുട്ടുമുറിയിൽ നിന്ന് നീ അവളെ രക്ഷപ്പെടുത്തി. വീണ്ടും ഇരുട്ടിലേക്ക് തന്നെ ഇറക്കി വിട്ടു. അതല്ലേ സഞ്ജു സംഭവിച്ചത്? ഭക്തിയോട് നിന്നെ പൂജിച്ചിരുന്ന രുക്മിണിയെ അമ്മു. നീ പോകുന്നത് സത്യഭാമയുടെ പിന്നാലെ. നീ ഒന്ന് നിർത്ത്. അമ്മുവിന്റെ കാര്യത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഒന്ന് മാത്രോ, അവളെ സംരക്ഷിക്കുക. ഞാനും അതാ നിന്നോട് ആവശ്യപ്പെടുന്നുള്ളൂ. അവളെ തിരിച്ചു കൊണ്ടുവരാതിരിക്കുക. സഞ്ജു, നീ ആ വഴിക്ക് സഞ്ചരിച്ചു തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ ഞാനിതൊക്കെ പറയുന്നത്. അറിയാതെ അവളോട് വന്നു, സ്വയം അറിഞ്ഞ് അവളോടൊന്ന് പോവുകയും ചെയ്തു. വീണ്ടും എരുതിയിലേക്ക് നീ അവളെ വലിച്ചെറിയരുത്. അമ്മുവിന് വേണ്ടിയുള്ള എന്റെ അപേക്ഷയാ. നാണക്കേടെന്നല്ലാതെ എന്ത് പറയാനാ? ഒരു നരുന്ത് പെണ്ണിനെ നമുക്കിതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വല്യേച്ചിയുടെ പരിഹാസം സഹിക്കാൻ കഴിയാത്തെ. വല്യേച്ചിയുടെ മുൻപില് നമ്മൾ കഴിവ് കെട്ടവരാകാൻ പാടില്ല ദിനേശ. അവൾ അവളുടെ ഭർത്താവിന്റെ കൂടെയാണുള്ളതെങ്കിലോ?
അവരവളെയും കൊണ്ട് സ്ഥലം വിട്ടതായി കൂടെ. എനിക്ക് തോന്നുന്നത് അമ്മുവിന്റെ നാട്ടിൽ പോയി അവളുടെ ഭർത്താവിനെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ ഇനിയും താമസം വരുത്തരുതെന്നോ? അമ്മുവിന്റെ ഭർത്താവ് കൂട്ടിക്കൊണ്ടുപോയി എന്നത് ഗൗതമിന്റെ തെറ്റിദ്ധാരണയാ. ഞാൻ കാവ്യയോട് ചോദിച്ചതാ. അതങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ എല്ലാ വഴികളും തേടണം. ഗൗതം പെരുവണ്ണാപുരത്തേക്ക് പോകണം. ഞാൻ പോകുന്നതല്ലേ കൂടുതൽ നല്ലത്. ആ വീട്ടുകാർ ഇവിടെ വന്ന നിലയ്ക്ക് എനിക്ക് സുഖമായിട്ട് അവിടെ കിടന്നു ചെല്ലാം. ദിനേശൻ പോയ കാവേരി അറിയില്ലേ? ശ്രീജ വിളിച്ച് പറയും. പോയി വന്നതിന് ശേഷമല്ലേ അവൾ അറിയൂ. നമുക്കറിയേണ്ട ഞാൻ പിടിച്ചെടുത്താ പോരെ. കാവേരി ഒതുക്കാനാണോ പ്രയാസം? ദിനേശൻ അങ്ങോട്ട് പോകുന്നതാ കൂടുതൽ നല്ലത്. പരിചയമുള്ള ഒരാൾ വേണം പോകാൻ. അമ്മുവിനെ കാണാനില്ലെന്നുള്ള വിവരം മാത്രം ആ വീട്ടുകാർ അറിയരുത്. അവരറിയുന്നത് അമ്മു നമ്മുടെ വലയിൽ വീണ ശേഷം മതി. എന്നാ ദിനേശൻ പെരുവണ്ണാപുരത്തേക്ക് പൊയ്ക്കോ. അമ്മു പോകുന്ന ദിവസം രാജു അവിടെ ഉണ്ടായിരുന്നു. ശരിക്കും അഭിനയിക്കുന്നത് ദിനേശന്റെ ഭാര്യയല്ല, രാജുവാ. നിങ്ങളവനെ വിശ്വസിക്കരുത്. എന്ത് ബന്ധത്തിന്റെ പേരിലായാലും അമ്മുവിന്റെ മിസ്സിങ്ങിൽ അവന് പങ്കുണ്ടാവും. ഗൗതം രണ്ടാമത് പറഞ്ഞത് മാറ്റി നിർത്താൻ കഴിയുന്ന കാര്യമല്ല. ഞാനോ വല്യച്ചോ ചോദിച്ചോ അവൻ പറയില്ല. അതിനും ദിനേശനെ കഴിയൂ. ആ ദൗത്യവും ഞാൻ ഏറ്റെടുക്കാം. അവനെ കൊണ്ട് പറയിക്കാൻ ഒരു വഴിയുണ്ട്. നിങ്ങൾ എന്നെ വിശ്വാസത്തിലെടുത്ത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ കാര്യം സാധിച്ചതിന് ശേഷം പിന്നിൽ നിന്ന് ചവിട്ടരുത്. അതൊരിക്കലും ഉണ്ടാവില്ല ദിനേശ. നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ വല്യേച്ചിക്ക് വേണ്ടിയല്ലേ. വാക്കിന് വിലയുള്ളവളാ കാഞ്ചന. എന്നാ ശരി, എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ചെയ്തു തുടങ്ങാം. ശരി ശരി. നമ്മുടെ ലക്ഷ്യം സാധിച്ച ആദ്യം പണി കൊടുക്കേണ്ടത് അവനാ. അമ്മുനെ കിട്ടിയാലേ അവളുടെ ജീവൻ എടുക്കേണ്ട നിയോഗവും ദിനേശനാ. ഇവിടെ നിങ്ങൾക്ക് എന്താ കാര്യം? വീട്ടുപണിക്കാരുടെ മുറിയിലായോ എന്റെ മകളുടെ ഉറക്കം? മോളെ, നിന്നെ കാണാതെ ഞാൻ എങ്ങോട്ടൊക്കെ ഓടിയെന്നറിയോ? ആ പെണ്ണ് പോയതിന് മോളെ നീ എന്തിനാ ഈ അമ്മ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ശ്രീകുട്ടിക്ക് ഇഷ്ടമായില്ലെങ്കിലും പറയാതിരിക്കാൻ വയ്യ. ഇത് നിലയ്ക്ക് ചേർന്ന പ്രവൃത്തിയല്ല. ശ്രീകുട്ടിക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഏറ്റവും നല്ല റൂം തന്നെ തന്നിട്ടില്ലേ? പിന്നെ ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങേണ്ട കാര്യമുണ്ടോ? ഞാൻ എന്തിനാ ഈ വീട്ടിൽ വന്നതെന്ന് ഇളയമ്മക്ക് ഇനിയും മനസ്സിലായില്ലേ? അമ്മുവിന്റെ കൂടെ അവൾക്കൊപ്പം ഉണ്ണാനും ഉറങ്ങാനും ആഗ്രഹിച്ച ഞാൻ ഇങ്ങോട്ട് വന്നത്. സഞ്ജുവിന്റെ അമ്മ അവളെ ചന്ദ്രകാന്തത്തിലേക്ക് അയക്കാൻ തയ്യാറായെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഈ കുടുംബത്തിലൊരു അംഗം തന്നെ ഞാനും എങ്കിലും വിവാഹത്തിന് മുമ്പ് ഇവിടെ വന്ന് താമസിക്കാൻ എനിക്ക് മനസ്സ് വരില്ലായിരുന്നു. പിന്നെന്തിനാ അവളുടെ കൂടെ ഉറങ്ങാതെ വേറെ മുറിയിലേക്ക് പോയത്? ആദ്യമേ അതാകായിരുന്നില്ലേ? അമ്മുവിന്റെ കൂടെ കഴിയുന്നത് നിങ്ങളൊക്കെ പ്രശ്നമാക്കിയ അതിന്റെ വേദന അവൾ അനുഭവിക്കേണ്ടി വരുമെന്ന് കരുതിയ ഈ വീട്ടിൽ താമസിക്കാൻ വരുമ്പോ എന്നോട് അവൾ ആദ്യം ആവശ്യപ്പെട്ടത് അതാണ്. ഞാൻ പറഞ്ഞതിൽ എന്താ സംശയം? ഉള്ളിലെ നല്ല വിഷം പോയിട്ടുണ്ട്. ഉള്ളില് വിഷമായി നടക്കുന്നത് ചേച്ചി അനിയത്തിയോ? മോള് വാ, അമ്മ വിളമ്പി തരാം. എന്തെങ്കിലും കുറച്ച് ഭക്ഷണം നീ കഴിക്ക്. അമ്മുവിന്റെ ചിന്തകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കാന്ന് അമ്മ കരുതണ്ട. അമ്മു ഈ വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ ഞാൻ ഈ മുറിയിലെ കഴിയും.